ഇതിന്റെ കമ്പുകളൊക്കെയാണ്? കമ്പുകളെല്ലാം അവർ ഉപേക്ഷിച്ച് പോയത്. കമ്പുകളെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മെയിൻ കാതൽ, അതൊരു 2 ഹൈറ്റിലുള്ള കാതലാണ്. അവർ പൂർണ്ണമായിട്ടുള്ള കാതൽ ഭാഗമാണ് അവർ മൊത്തം എടുക്കുന്നത്. ഇത്ര റോഡ് സൈഡാണ്, മെയിൻ റോഡ് സൈഡാണ്. പക്ഷെ അന്ന് നല്ല മഴയുള്ള ദിവസമാണ്. സ്ഥാപനത്തിൽ ആളില്ലാത്തതിന് ക്ലോസ് ചെയ്ത് പോയ സമയം നോക്കിയാണ് ക്ലോസ് ചെയ്ത് നൈറ്റ് സ്റ്റാഫ് ഉണ്ട്, ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അവർ പോലും അറിഞ്ഞില്ല. ഒരാൾ സെക്യൂരിറ്റി ആയിട്ട് ഒരാളുണ്ടായിരുന്നു, ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയും നല്ല കാറ്റുള്ള സമയത്ത് രാത്രിയിൽ പിന്നെ 1-2 ആളുകൾ വന്നിട്ട് വളരെ നൈസായിട്ട് പിന്നെ CCTV ഉണ്ട്, ഫുട്ടേജ്. പക്ഷെ ഫുൾ കവർ ചെയ്തേക്ക് മൊത്തം കവർ ചെയ്ത് 2 അല്ലെങ്കിൽ 3 പേരുണ്ടാവും. കറക്റ്റ് അവർ CCTVന്റെ മുന്നിൽ കൂടെ, പക്ഷെ ഫുൾ കവർ ചെയ്ത് ഗ്ലൗസും പിന്നെ മുഖമെല്ലാം മറിച്ച് കട്ട് ചെയ്ത് അവര് ഏകദേശം ഒരു 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. കഴിച്ച അവര് കമ്പുകൾ മറ്റുള്ളൊന്നും കൊടുത്തില്ല. മെയിൻ കാതൽ ഭാഗം നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കാതൽ ഭാഗമാണ്, നല്ല സൈസാണ്. ഏകദേശം അത് നട്ടിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? മാക്സിമം 15 to 18. അതായത് നമ്മൾ ഈ സാധനം വാങ്ങുന്ന സമയത്ത് ചെറിയൊരു തൈയായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഒരു 18 വർഷമായിട്ടുണ്ടാവും. 18 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു കാതല് നല്ല. ഇനിയിപ്പോ ഈ ഇരിക്കുന്ന ബാക്കി ഭാഗം തന്നെ നമ്മുടെ അടുത്ത് കൊണ്ട് കൊടുത്തിന് കുറച്ച് പരിമിതി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് കൊണ്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത്. ഇതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് നടക്കുന്നുണ്ട്. പക്ഷെ അവരെ പിടിക്കാനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അത് നല്ലൊരു ഗ്യാങ് തന്നെയായിരിക്കും, വേണ്ടി ഇതായിട്ട് നടക്കുന്ന ഒരു ഗ്യാങ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ അവരെ കേസ് കാര്യങ്ങൾ ക്ലോസ് ചെയ്തിട്ടാണോ ഇത് കട്ട് ചെയ്യാനായിട്ട്? ഇത് നിലവിൽ ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് വേണം നമുക്കിത് പറിച്ചോ അല്ലെങ്കിൽ നമുക്കിത് വീണ്ടും നമുക്ക് യൂസ്ഫുൾ ആണത് എടുക്കാം. അത് ഇത് മാത്രമല്ല, ഇവിടുന്ന് പരിസരപ്രദേശങ്ങളിലൊക്കെ ഇത് ഒരു പതിവാണ്. കാരണം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് പിന്നെ അടുത്ത് കിടക്കുന്ന കുറെ ഇതുണ്ട്, അതൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് പോയി. വയനാട് പുൽപ്പള്ളി പ്രദേശത്ത് കാണപ്പെടുന്ന ചന്ദനത്തിനൊക്കെ ഇതേ രീതിയിൽ തന്നെ പെട്ടെന്ന് കാതലാണ്. ഇവിടുത്തെ ഈ മണ്ണിന്റെയും കാലാവസ്ഥേന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. എന്താ പറയുക, ഒരു 15 വർഷം കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല കാതലോടുകൂടി നല്ല ഗുണപ്രദമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചിലവരിപ്പോൾ അത് കൃഷിയാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചില വീടുകളിൽ തന്നെ ഇത് ഉണ്ട്. ഇപ്പൊ പിന്നെ സർക്കാരിന്റെ അനുമതി കിട്ടിയിട്ടുണ്ടല്ലോ വളർത്താനും അത് വിൽക്കാനും എല്ലാം കിട്ടിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തന്നെ മുറിക്കാമെന്നുള്ള രീതിയിലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരത്തില് നല്ല വലിയ രീതിയിൽ നമ്മളത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമപരമായിട്ട് തന്നെ മുറിച്ച് വിൽക്കാന്നുള്ള പ്ലാനിലേക്ക് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ മിസ്സായിട്ട് കാത്തു സൂക്ഷിച്ച് നല്ല ഭംഗിയായിരുന്നു. അതിനകത്ത് നല്ല ഗൂഗിളിൽ ലെക്സിൻ റിസോർട്ടിന്ന് ഇപ്പോഴും അടിക്കുമ്പോ ഈ ചന്ദനമരത്തിന്റെ പഴയ ഫോട്ടോ കാണാൻ വരുമ്പോ നമുക്ക് ഈ അവസ്ഥയാണ്. എങ്കിലും ഇപ്പോഴും ഗൂഗിളില് ഫോട്ടോസ് ആഡ് ചെയ്തേക്കുന്നതിൽ ഈ ചന്ദനമരം അവിടെ നിൽക്കുന്നുണ്ട്. നല്ല വളർച്ചയെത്തിയ ഒരുപാട് പേര് അത് കണ്ണുവെച്ച് കളിച്ചില്ല. നമ്മളത് വിൽപ്പനയ്ക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്താണ് നമ്മളെ നഷ്ടമായത്. എന്തായാലും നമുക്ക് നല്ലൊരു നഷ്ടമാണ്, സാമ്പത്തികമായിട്ട് നല്ലൊരു നഷ്ടം തന്നെയാണ്. തൊലി പോയി കഴിഞ്ഞിട്ട് ബാക്കി ഒരു ചെറിയൊരു ലൈനിലാണ് ഇത് പോകാനുള്ളത്. പക്ഷെ ഈ ഒരു ലൈനിലുള്ള ഇത് മൊത്തം കാതലാണ്. അതായത് ഈ മരത്തിന്റെ അതായത് ഈ കൈ കൊണ്ട് പിടിച്ചാലും എത്താത്ത സൈസ്. നമ്മൾ സാധാരണ 50 സെന്റിമീറ്റർ ഒക്കെ പറയുമ്പോൾ ഈ ഏകദേശം ഒരു ചെറിയൊരു കൊണ്ട് പിടിച്ചാൽ, പക്ഷെ ഇതെനിക്ക് തോന്നുന്ന ഒരു 70-75 സെന്റിമീറ്റർ ചുറ്റളവുണ്ട് ഈ മരത്തിന്. അതിങ്ങനെ ഇതേപോലെ തന്നെ പോകുന്നു. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ്. പക്ഷെ മുകളിൽ മുറിച്ച് കൊണ്ടേ ഭാഗമില്ലേ, ആ ഭാഗത്തും നല്ല കാതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ഏകദേശം 2 ഹൈറ്റിൽ ഈ കാതിലോട് കൂടി വരുമ്പോ പതുക്കെ ചുരുങ്ങും. എന്നാലും 2 ഹൈറ്റിൽ കട്ട് ചെയ്ത പീസിന്റെ ബാക്കി ഇവിടെ കിടക്കുന്ന പീസിൽ അതിനകത്തും കാതലുണ്ട്. അപ്പൊ അതാണ് വയനാട് മണ്ണിന്റെ എനിക്ക് തോന്നുന്നു ഈ ടൈലൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ പൊക്കിയെടുക്കാനും പിന്നെ മതലൊക്കെ ഉള്ളതുകൊണ്ട് പൊക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് വയനാട് മണ്ണിന്റെ, അതായത് പുൽപ്പള്ളി, നമ്മളുടെ ഈ ഒരു പുൽപ്പള്ളി പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്രയും കാതലുള്ള ചന്ദനമരം. ഇത് ഒരു ജൈവ കൃഷി രീതിയിലൊന്നും ചെയ്തല്ല. ഇത് വയനാട് ലെക്സിൻ റിസോർട്ടിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, വയനാട് ലെക്സിൻ റിസോർട്ട്. അപ്പോൾ ഇവിടെ ഇത്രയും കുറഞ്ഞ സമയത്ത് ഏകദേശം ഒരു 15 മുതൽ 18 വർഷത്തിനുള്ളിൽ സ്വാഭാവികമായിട്ട് വളർന്നു വന്ന ചന്ദനം, സ്വാഭാവികമായിട്ട് വളർന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ പറയും ഒരു ഹോസ്റ്റ് പ്ലാന്റിന്റെ എല്ലാം സഹായത്തോടു കൂടി നട്ടു കഴിഞ്ഞാൽ ചന്ദനം മറ്റ് സസ്യത്തിന്റെ പേരിൽ നിന്നാണ് ന്യൂട്രീഷൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഹോസ്റ്റ് പ്ലാന്റിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ വളർച്ചയിലേക്ക് എത്തുന്നതെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഇപ്പൊ കണ്ടത് 18 വർഷം കൊണ്ട് ഒരു ഹോസ്റ്റ് പ്ലാന്റും ഇല്ലാതെ സ്വാഭാവിക സ്ഥിതിയിൽ വളർന്നതാണ്. അത് ഈ വയനാട് മണ്ണിന്റെ പ്രത്യേകത. അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരുപോലെ ചന്ദനം വളരില്ല കേട്ടോ. അത് വേറൊന്നല്ല, IWST അതായത് മരങ്ങളെ കുറിച്ച് മാത്രം റിസർച്ച് നടത്തി പഠനങ്ങൾ നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ പറയുന്നുണ്ട്, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 മീറ്ററിനും 1100 മീറ്ററിനും ഇടയിലുള്ള ഉയരം കൂടിയ പ്രദേശങ്ങളിലാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. ഇപ്പൊ 15 വർഷം കൊണ്ട് ചന്ദനം വളർത്താം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്.
അത് ആലപ്പുഴ വെച്ചാലോ അല്ലെങ്കിൽ എറണാകുളത്ത് വെച്ചാലോ തൃശ്ശൂർ വെച്ചാലോ ഒന്നും ഒരുപോലെ റിസൾട്ട് ഉണ്ടാവുന്നല്ല അതിന്റെ അർത്ഥം. അത് ഇതുപോലുള്ള സ്ഥലങ്ങൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇത് കൃഷിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ചെയ്താലാണ്, ഉപ്പുകാറ്റൊന്നും അടിക്കാത്ത പ്രദേശങ്ങളിൽ ചെയ്താലാണ് ഇതിനകത്ത് കാതലുണ്ടാവുക. വളരുക എന്നുള്ളത് ഇതുമായിട്ട് ബന്ധമില്ല. വളർച്ച എന്ന് പറഞ്ഞാൽ ചന്ദനം എവിടെ നട്ടു കഴിഞ്ഞാലും ചന്ദനം വളരുന്നുണ്ടാവും. പോസ്റ്റ് പ്ലാന്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വളരുന്നുണ്ടാവും. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് കാതൽ കൂടി കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഉപ്പുകാറ്റടിക്കാത്ത സ്ഥലങ്ങളിൽ വേണ്ട രീതിയിലുള്ള ജൈവ കൃഷി രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-12 വർഷത്തിനുള്ളിൽ നല്ല കാതലുള്ള ചന്ദനമരം പോലും മുറിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഈ ഒരു വയനാട് പുൽപ്പള്ളി പ്രദേശങ്ങൾ. അപ്പൊ ഞാൻ തുടർന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, താങ്ക് യു.